ഗജാഞ്ചിയോ ഇത് പറഞ്ഞേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ക്രിസ്മസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അത് പ്രിപ്പറേഷൻ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിൽക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു വീക്കെൻഡാണ്, ക്ലാസ്സൊന്നും ഇല്ല. നാളെ സൺഡേ ആണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് എല്ലാവരും ചുമ്മാ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ക്ലാസ്സൊക്കെ എല്ലാവർക്കും പല സൈഡിലായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടാനൊന്നും പറ്റിയിട്ടില്ല കുറേ നാളായിട്ട്. അപ്പോൾ എന്തോ കാര്യങ്ങളൊക്കെ ഉള്ളത് പുറകെ കാണാം. വളരെ ബുദ്ധിപരമായി എന്നെ വീഡിയോ എടുക്കുന്നതിനെ കിട്ടും. ഇതിന്റെ വീഡിയോ ഇടാൻ പോകണോ? അങ്ങനെ നമ്മൾ പുറത്തെത്തി. ഐ മീൻ സിറ്റി സെൻറ്ററിലോട്ടും കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് വെറുതെ. വീക്കെൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ KFC നിന്നാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. കാരണം ക്യാഷ്യൂസ് നോക്കിയാലും വയറും നിറയും, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. കാരണം എല്ലാവരും പൊതുവേ പുതിയ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ബേസിക്കലി അങ്ങനെയാണ്. അപ്പോൾ പുതിയ ഫുഡ് ഉണ്ടെങ്കിൽ പുതിയ ഓരോരോ കൺട്രീസിൻ്റെ ഓരോരോ ഒത്തൻറ്റിക് ടേസ്റ്റുള്ള ഫുഡില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് അത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കൊറിയൻ ഷോപ്പുണ്ട്. അത് ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആ സമയത്തേ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് ഇത് ട്രൈ ചെയ്തുകൂടാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കൊറിയൻ ഷോപ്പിൽ വന്നേക്കുവാണ്. കായ എന്നാണ് പേര്. നിങ്ങൾക്ക് ബാക്കി കാണാൻ പറ്റും. ഇവിടെയാണ് ഷോപ്പ്. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പൊതുവേ കൊറിയൻ പ്രാന്തുള്ള 2-3 പേരുണ്ട്. അവരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം. കൊറിയൻ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. ബാക്കി ഇനി 2-3 പേരോട് വരാനുണ്ട്. അവർ വന്നിട്ട് ബാക്കിയുള്ള വിശേഷം കാണിക്കാം. നമുക്ക് എന്തായാലും ഇനി റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിലെ പാർട്ടിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും തലയ്ക്ക് എന്തോ ഒരു ചേഞ്ച് വന്നില്ല. ഇവിടെയൊക്കെ വെളിച്ചം വന്ന പോലെ തോന്നുന്നു. ആക്ച്വലി ചെറിയൊരു ഹെയർ കട്ട് നടത്തി. പക്ഷേ അത് വലിയൊരു ഹെയർ കട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. തലേന്ന് എന്തോ ഭാരം ഒഴിച്ച് വെച്ചാലോ തോന്നുന്നു. ചെന്നായിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു എങ്ങനെ ഹെയർ കട്ട് വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഇഷ്ടമുള്ളത് ചെയ്താൽ പറഞ്ഞു. പുള്ളി കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പൊക്കെ എൻ്റെ പറഞ്ഞതാണ്. ഒന്നാമത് തലേ മുടിയില്ല. ഇപ്പോൾ ഇതുകൂടെ എടുത്തോളെങ്കിൽ സൈഡിലും മുടിയില്ല, മേളിലും മുടിയില്ല, എങ്ങും മുടിയില്ല. ഓക്കെ, എന്തായാലും റെസ്റ്റോറൻറ്റ് ഇടുക. ഇതാണ് നമ്മളിന്ന് വന്നേക്കുന്ന കൊറിയൻ ഫുഡ് കട. മുടിയെ കൊട്ടി സുന്ദരനായല്ലോ. ക്യാമറ എന്തിരിക്കത്തില്ല. അവരേത് കടയിലാണ് പോയത്? ഐശ്വര്യ അതും കൂടെ. ഞങ്ങൾ കടയുടെ ഫ്രണ്ടിലുണ്ടല്ലോ. ആ എവിടാ എവിടായിരുന്നു? എവിടെത്തി? കടയുടെ ഫ്രണ്ടിലെത്തി അല്ലേ? ബസ്സിൽ നിന്നോണ്ട് ഇതിലൊക്കെ ചോദിച്ചെന്തിനും പറയണ്ടേ? ദാരിദ്ര്യം ആ ദാരിദ്ര്യ അവസ്ഥ എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കും. ഓ വേണ്ട, കാണിച്ചില്ല. ഇല്ല കാണിക്കണം. മതി ഇത്ര മതി. ഇത് വീഡിയോ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഓക്കെ, ഡീസൻസി.
അത് സമകാലീന കൊറിയൻ രീതിയിൽ ഇങ്ങനെയാണോ കഴിക്കുന്നത്? ഇങ്ങനെയാണല്ലേ? ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം. വെയിറ്റ് ചെയ്യും. എന്തായാലും ബാക്കിയുള്ള വരെ സമയം എടുക്കും. നമുക്ക് ഇവിടെ തൽക്കാലം അക്കോമഡേറ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ പറഞ്ഞു തരൂ. താജിക്കിസ്ഥാനിലെ കൊറിയൻസിന്റെ ഐശ്വര്യ സി ബാബു, റെപ്രസെന്റേറ്റീവ് ആണ് നിങ്ങൾ കാണുന്ന അതുല്യ സജി. ഇവിടെ പറയൂ. ട്രഡീഷണലായി കൊറിയക്കാര് തറയിരുന്നാണ് കഴിക്കുന്നത്. പറയൂ. ഇച്ചിരി ബാക്കിലോട്ട് നീങ്ങി എല്ലാവരും കാണട്ടെ, അറിയാത്തവർ അറിയട്ടെ. ഈ ചാനൽ ഒരു ഇൻഫർമേറ്റീവ് ചാനൽ ആയിക്കോട്ടെ. ട്രഡീഷണലായി കൊറിയൻസ് തറയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ആ കാണുന്നല്ലേ? പോയി കെട്ടി തൂക്കിയിട്ടേക്കുന്ന ചോദിച്ചേ ഉത്തരം എന്താ? കൊറിയൻ റെപ്രസെന്റേറ്റീവ്. ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞു തരൂ. എടി ഐശ്വര്യ ഇതെന്ത് സാധനം എന്ന് പറഞ്ഞു തരൂ പ്ലീസ്. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. പ്രാകൃതമായ ഭാഷകൾ ബുദ്ധിമുട്ടായിരിക്കും. പുതിയ ഭാഷ പറഞ്ഞാൽ മതി. ഇത് പഴയ ലിപിയാണ്. ഇല്ല, പ്രാചീന ഭാഷ പറഞ്ഞാൽ മതി. എന്താ ബുക്ക് പറഞ്ഞ? ഗജാൻജിയോ? ഇത് പറഞ്ഞ ഇപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടെ വന്നു. ഇവിടെ ആക്ച്വലി സീറ്റൊക്കെ ഉണ്ട്, പക്ഷേ കൊറിയൻ കടയിൽ വന്നിട്ട് കൊറിയൻ സ്റ്റൈലിൽ ഇത് കഴിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ അപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഓപ്പൺ അല്ല, ഒക്കുപ്പൈഡ് ആണ്. അത് കഴിഞ്ഞിട്ട് അവർ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് പേരോട് വരാനുണ്ട്. അൻസനും സജിനും വരാനുണ്ട്, വന്നിട്ടില്ല. എപ്പോൾ വരാനാണ്? വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കുമെന്നാണ് ഇവൻ പറഞ്ഞത്. എപ്പോൾ വരണം ദൈവത്തിന് അറിയാം. എന്തായാലും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി അവർ വന്നിട്ട് അല്ലെങ്കിൽ അവിടെ സ്ഥലം ഫ്രീ ആയിട്ട് നമുക്ക് കുറേ കാണാം. എന്റെ കൂടെ മുടി വെട്ടി ഇവിടെ എന്ത് നിങ്ങൾ കടന്ന് പുറത്താക്കിയ അവർക്കൊന്ന് വിശപ്പ് മാറും. വെളിയിൽ നിന്ന് വിശപ്പ് മാറും. മക്കളൊക്കെ വെളിയിക്കാൻ പറഞ്ഞു. അച്ഛൻ വെളിയിൽ പോയെന്ന്. വരാനുള്ളവരെ വിളിച്ചോ? വരാനുള്ളവരൊക്കെ വിളിച്ചോ? വരാനുള്ളവരൊന്നും വിളിച്ചില്ല. ഇനി വരാനുണ്ടല്ലോ, പ്രോ പ്ലെയർ വരാനല്ലോ. അൻസൽ സൈനിപ്പോ എത്തും. അൻസലിനെ പറയല്ലേ, കോർണാക്കെന്ന് പറ. സോ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് രണ്ട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. നീളമുള്ളവൻ സെയിൻ മാലിക്കാണ് അവൻ്റെ വിചാരം. സ്ലോ മോഷൻ എന്താണ് പെട്ടെന്ന് സ്ലോ മോഷൻ? എല്ലാവരും ഇതാണ് ട്രെൻഡ്. എല്ലാം ട്രെൻഡ്. ചൈനജിത്ത് മോള് രണ്ടി കയറി വന്നു. എന്നിട്ട് വന്ന് സൂമി ഇറങ്ങിട്ട് വന്ന് നോക്കുന്നു. നിൽക്കുന്ന വെച്ചാലേ ഇവിടെ സമകാലീന കൊറിയൻ കഴിക്കാൻ പറ്റില്ല. പുതിയ ഹെയർ കട്ട് ഓ ഒരു മാന്യൻ. നീ വീഡിയോ ഓഫ് ചെയ്തു. മാന്യൻ കാണിക്കില്ലേ? ഇത് എപ്പോ ഫ്രീ ആവുന്നടാ? ഇതിനപ്പുറത്തും ഉണ്ട്, പക്ഷെ അത് ഇതായിട്ടില്ല, ഫ്രീ ആയിട്ടില്ല. സോ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനത് കാണിച്ചു തരാം. ഇപ്പം പുള്ളിക്കാരൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. വെയിറ്റ്, ഇതാണ് സ്ഥലം.
ഇവിടെ കയറുന്നതിന് മുന്നേ ഷൂസ് ഒക്കെ ഊരണം. സോജു അതായിരിക്കും വലുതുകാലി വെച്ച് കയറാം. വാവ്. ഇതാണ് കൊറിയൻ സ്റ്റൈലിൽ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ട്രഡീഷണൽ രീതി. ഓരോരുത്തരോരുത്തരോട് കയറി വരൂ. ഓ കൊറിയക്കാരോട് ചോദിക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയാണോ? എങ്ങനെ എങ്ങനെ കറക്റ്റാണോ ഇരിക്കുന്നത്? ഇത് നമുക്ക് മെനു കൊണ്ടുവന്നിട്ടുണ്ട്. ഡോ മെനു കൊണ്ടുവന്ന് ഇനിയെങ്കിലും നിർത്ത്. ഇത് ബാർ മെനു ആണല്ലേ? ഓക്കെ, നമുക്ക് ഓരോന്നോരം നോക്കാം. സാലഡ് കയ്യിൽ മാറ്റോ പ്ലീസ്. ഇംഗ്ലീഷ് ഉണ്ട് ഗൈസ്. ഇംഗ്ലീഷിൽ കാരണം ഗ്രീക്ക് സാലഡ് ഉണ്ട്, സീസർ സലാഡ് ഉണ്ട്. സീസർ സലാഡിൽ വിത്ത് ചിക്കൻ സാൽമൺ ആൻഡ് ഷ്രിംപ്സ്. പിന്നെ വാം സലാഡ് ഉണ്ട് വിത്ത് ചിക്കൻ. സാലഡ് വിത്ത് ഫൻചോസ്. ഞാൻ പറയുന്നത് സ്പെല്ല് ചെയ്യുന്നത് ഇതിനെന്താ പറയുന്നത്? കൊറിയക്കാരോട് ചോദിക്കാം. അതോ ഇതിനെന്താ വായിക്കുന്നത്? സാലഡ് വിത്ത് ഫൻജോസോ അറിയത്തില്ലല്ലോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഫൻജോസ്. എന്തായാലും നമുക്ക് മെനു ഒന്ന് കാണിക്കട്ടെ. സൈക്ര അർഗുള. ഇതെല്ലാം സാലഡ്സ് ആണെന്ന് തോന്നുന്നു. അതെ ഇതെല്ലാം സാലഡ്സ് ആണ്. എന്തുവാ? സാലഡ് സ്റ്റേക്ക്. മെയിൻ കോഴ്സ്. സുഷിക്ക് വേറെ മെനു ഉണ്ട്. വെയിറ്റ്, അതിലോട്ട് വരാം. മെയിൻ കോഴ്സ് നോക്കട്ടെ. ഓക്കെ, ഇതെന്താ? ഗാൽബിറ്റാങ് സൂപ്പ് വിത്ത് ബീഫ്. ഇതാണ് സാധനം. സിയോലിയോങ് ടാങ്. ഇതെല്ലാം ബീഫ് വിത്ത് നൂഡിൽസ്. കോറി ഗോം താങ് ഒക്സാലി സൂപ്പ്. എന്തും ഇത്? സൂപ്പ് വിത്ത് ബീഫ് ആൻഡ് സീവീഡ്. ഇവിടുത്തെ മീൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല അതല്ലേ? ഫ്രഷ് ഒന്നും ആയിരിക്കത്തില്ലടാ. കിംചി. ഇതാണോ നീ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ കിംചി ജിഞ്ചി. ഇതെന്ത് ഇത്? നല്ലയാണോ? കൊറിയയിൽ ഒരു വിന്റർ സീസൺ അല്ലേ, ഏതോ ഒരു സീസൺ വരുമ്പോ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇരുന്നിട്ട് നമ്മുടെ കിംചിക്ക് സെപ്പറേറ്റ് ക്യാബേജ് ഉണ്ട്. കിംചിക്ക് സെപ്പറേറ്റ് ക്യാബേജ് ഉണ്ട്. ആ ക്യാബേജ് എടുത്ത് അതിനകത്ത് ഓരോ സീസണിങ് ഒക്കെ പെരട്ടി അവരിങ്ങനെ ജാറിലാക്കി ഇങ്ങനെ ഓരോ ഇതാക്കി മാറ്റി മാറ്റി വെക്കും. അത് കുറച്ച് ഫെർമെന്റ് ആവും. ലൈക്ക് ദ സെയിം വേ നമ്മുടെ പിക്കിൾ പോലെ. പക്ഷെ ഇവര് വിനാഗിരി അല്ല, വേറെ ആഡ് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് അത് അവര് സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കും. അതാണ് കിംചി. ബാക്കി നമുക്ക് നോക്കാം. ബിരിയാണി ഫാൻ. നോക്കട്ടെ മറ്റേ മെനു എന്ത് കണ്ടോണ്ടിരുന്നത്? ഓക്കെ, ഒരു മിനിറ്റ്. ഇതിന്റെ പേരൊന്നും വായിക്കാൻ എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് മെനു ഒന്ന് കാണിക്കാം. പെട്ടെന്ന് മെനു കാണിച്ചു തരാം. ഓ ഇത് കണ്ടോ, നെയ്മീൻ വറുത്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ ഇത് പൊളി. ഇത് അഡീഷണൽ ഡിഷസ് പെട്ടെന്ന് പറയാം. ഇത് മുട്ടയാണ്, എഗ്ഗാണെന്ന് തോന്നുന്നു. അല്ല, പാൻ കേക്ക് വിത്ത് സ്പിനാച്ച്. ഇതിന്റെ ഇംഗ്ലീഷ് ഇവിടെ ഉണ്ടല്ലോ. ബർഗർ കിട്ടും കേട്ടോ. ഇനി അതുള്ളേ സുഷി മെനു വേറെയാണ്. കുറേ സുഷീസ്. എന്താ ഡ്രിങ്ക്സ് മെനു
എല്ലാവരും കാര്യമായ ഡിസ്കഷനിലാണ്. എന്ത് സാധനം ഓർഡർ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിൽ വല്ല ഉറപ്പിക്കാറായോ? സമയം എടുക്കുമോ? ചോപ്സ്റ്റിക് വന്നിട്ടുണ്ട്. സെർവ്ഡ് ഇൻ ഹോട്ട് വാട്ടർ. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാത്രമില്ലെന്ന് വിഷമിക്കണ്ട, നിനക്ക് കൊണ്ടൊരു പാത്രം. ഈ ചോറ് ഒട്ടിയിരിക്കുന്നത് എടുക്കുമ്പോ ഇങ്ങനെ വരുന്നുണ്ട്. ചോറോ? എടാ അതല്ലേ ഇപ്പൊ നമുക്ക് കിട്ടിയ പണി. നമ്മള് പ്രതീക്ഷിച്ചിരുന്ന തടിയുടെ പ്രതീക്ഷിച്ചിരുന്നത്. തടിയുടെ ആയിരുന്നു അവർ ഉപയോഗിച്ചാൽ. ഇത് പറ്റത്തില്ല. അല്ല തടിയുടെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയത്. അല്ല അത് മാത്രമല്ല. അല്ല അല്ല ഈ മരം വെട്ടരുതെന്ന് പറയുന്ന സംഭവത്തിന് എന്താ പറയുന്നത്? സേഫ് ഫോറസ്റ്റ്. എന്താ പരീക്ഷ പെൻസിൽ വെച്ചാണ് എഴുതുന്നത്? ഞാൻ പേപ്പർ ഞാൻ ടൈപ്പ് ചെയ്യുമല്ലേ. കമ്പ്യൂട്ടറൈസ് എക്സാം ആയിട്ട് കുഴപ്പമില്ല. BBC റിപ്പോർട്ടർ റീസൈക്ലബിൾ. പിന്നെ കൊളാട വന്നു, ലെമണേഡ് വന്നു, അൻസലിന്റെ സെക്സ് ഓൺ ദ ബീച്ച് വന്നു. അത് ഡ്രിങ്കിന്റെ പേരാണ് കേട്ടോ. അത് പിന്നെ കൊളാട. അങ്ങനെ ഫുഡൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ചിക്കൻ ഇത് ചിക്കൻ ഉഡോൺ. ഓക്കെ, ഇതെന്തുവാ? ഇതെന്ത് പറയുന്നത്? ഇത് സെയിം സാധനം. ഇതിനെന്ത് പറയുന്നത്? എന്തോ തുബു കിംചി. വെറൈറ്റി സാധനം. പിന്നെ കിംചി ടോഫു എന്ന് പറയുന്ന സാധനം പനീർ പോലെ. ഓക്കെ, അല്ല അത് റൈസ് വന്നിട്ടുണ്ട്. സജന റൈസ് എന്ന് പറഞ്ഞ ഒരു റൈസ് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആണ് അടുത്ത സാധനം. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനേ ഉള്ളൂ. ചൂടാണ് സാധനം. ഒരു പോട്ട് വെച്ചിട്ട് തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് തന്നു. നമ്മൾ പറഞ്ഞോ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ഓൺ ദ ടേബിൾ ഇവിടെ അതിനുള്ള ആ ഒരു ഇതില്ലാത്തോണ്ടായിരിക്കും സംഭവം. കൊള്ളാം. നമ്മുടെ അവസാനത്തെ സാധനം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഫുഡും എല്ലാ ഡ്രിങ്ക്സും വന്നിട്ടുണ്ട്. അധിക സമയം കളയാനില്ല. എല്ലാവർക്കും വിശന്ന് വലിഞ്ഞിരിക്കും. കഴിക്കാം. സോ കഴിച്ചോളാം. നമുക്ക് അങ്ങനെ ആദ്യം ഇത് കഴിച്ചു. സത്യം
നടുക്കിരിക്കട്ടെ. പിന്നെ ജോലി തന്നെ ഇനി അടുത്തത് സുഖമായിട്ടില്ല. ഈ സംഭവം കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുള്ളൂ. ചില്ലി ബീഫ്. ചില്ലി ബീഫ് ഇനി ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ഞാൻ നോക്കിയിട്ടാണ് ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. കഴിച്ചു നോക്കട്ടെ. ഓ, ഇത് കഴിച്ചു നോക്കാൻ മുറിച്ച് നോക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ തന്നെ കഴിച്ചു നോക്കാം. ഇതൊരു സ്മോക്ഡ് ഫീൽ ഉണ്ട് ഈ സാധനത്തിന്. ഇതാണ് ടോഫു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പനീർ പോലെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കഴിച്ചു നോക്കട്ടെ. ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പനീർ പോലെ, പക്ഷേ പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ല ഇതിന്. പക്ഷേ അതിന് നല്ല ന്യൂട്രീഷണലി ഭയങ്കര വാല്യൂളെ ആവും. ഇനി ഈ സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കയറുന്നില്ല, കാണുന്ന പോലല്ലോ കഴിച്ചത്. ഭയങ്കര പാടാണ്. ഓ, ഇത്രേ കയറുന്നുള്ളൂ ഗൈസ്. ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. എനിക്കിത് വരണം. ഈ സംഭവം ഞാൻ കഴിച്ചില്ല. തായോ ഇത് ബീഫാണ്, പക്ഷെ ഇത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഇതാണ് ഇതിനെക്കാട്ടിലും. ഇത് ചില്ലി ബീഫ് കറക്റ്റ്, പക്ഷെ ഇത് കുറച്ചുകൂടെ മധുരം. ഇതായിരിക്കും എല്ലാം കൊള്ളാം. ഇനി സീവീഡുള്ള സംഭവം, ഇത് നമ്മൾ വാങ്ങിച്ച ഒരു റൈസാണ്. സീവീഡും ബീഫും ഒക്കെ ഉള്ളൊരു ഫ്രൈഡ് റൈസ് പോലത്തെ സെറ്റപ്പാണ്. സീവീഡിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതാണ് സീവീഡ് എന്ന് പറഞ്ഞ സംഭവം. ഇത് ആക്ച്വലി കൊഞ്ചില്ല, ഉണക്ക കൊഞ്ച് പോലെ ഇരിക്കും. ഇതുപോലെ കഴിച്ചിട്ട് കൂട്ടി ഫ്രഷ് അല്ലെന്ന് തോന്നുന്നു. ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറയാം. കൊള്ളാം, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. കാരണം ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ഭയങ്കര പേഴ്സണലി നമുക്കിത് ആക്ച്വലി പ്ലേറ്റിലോടൊന്ന് സെർവ് ചെയ്ത് കഴിക്കാം. അല്ലാതെ കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇതൊക്കെ ഓരോരോ സാലഡ്സ് ആണ്. കുക്കുംബറും ഇതൊന്നും എനിക്കറിയത്തില്ല. ഇത് കുക്കുംബറാണ്, പിന്നെ ഇത് ക്യാരറ്റ്സ് ആണ്, ഇത് ബ്രിഞ്ചോളാണ്. ഇതിൻ്റെ എല്ലാം അടിപൊളി ഒത്തൻറ്റിക് കൊറിയൻ ടേസ്റ്റ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് കൊറിയൻ ഡിഷസ് കഴിക്കുന്നത്. ഇപ്പം മേ ബി കൊറിയൻ പോയി കഴിച്ചാൽ ചിലപ്പം ഇത് വേറെ ഡിഫറൻസ് കാണുമായിരിക്കും. പക്ഷേ ദിസ് ഇസ് മസ്റ്റ് ട്രൈ. അടിപൊളിയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റാണ്. കാരണം ദുഷാമ്പെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡിഷ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെ കഴിക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഈ സാധനം കൊള്ളാം. ബീഫ് ഈ സനീന്റെ എടാ എങ്ങനെ ചോപ്സ്റ്റിക് വെച്ച് കഴിക്കുന്നത്? കാണിക്കേ ചോപ്സ്റ്റിക് വെച്ച് ഇങ്ങനെയും കഴിക്കാം. ആരെ എടുത്തു അൽപ്രോത്തരം. അപ്പം ബീഫ് മാത്രം പറഞ്ഞു. കുഞ്ഞു ഈ കോഴി പുഴുവിനെ കടിച്ചിട്ട് എന്തുവാടാ ഇതിനകത്ത്? ഇത് വെച്ച് കഴിച്ചു നോക്കാം. മണിക്ക് പോയാ ഇവിടെ വന്നിട്ട് കിട്ടിക്കാ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ശരിക്കും ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കഴിച്ചിട്ട് അത് പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് കഴിച്ച്
കിഞ്ചി എടുത്ത് കഴിക്കടാ. ഇഞ്ചിയോ? കിഞ്ചി. ഇതാണോ? അടിപൊളി. അത് മൊത്തം തിന്ന ഞാനാ. അത് കഴിച്ച്. അത് കഴിച്ചാ? അത് കഴിച്ചോ? ഇത് കഴിച്ചായിരുന്നോ? ഇതൊക്കെ ശരിയാണ്. അതിന്റെ അടുത്ത ബാത്റൂം ബുക്ക് ചെയ്തു. ഇതാണോ കിംചി? അങ്ങനെ ഇന്നത്തെ വെട്ട് കഴിഞ്ഞു guys. Guys, എത്ര രൂപയായി മൊത്തം? Wow, ഞാൻ പോട്ടെ. $100. $100 ആയോ guys? ആ, ശരിയാടാ. OMG. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ? ഓരോരുത്തരും പറയാമോ? പറ നല്ലതായിരുന്നു, പക്ഷേ ഒരു ഒതന്റിക് ടച്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇച്ചിരി സ്പൈസി അല്ലായിരുന്നു, കുറവായിരുന്നു. ഇച്ചിരി ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇച്ചിരി മധുര അങ്ങനെ ആക്കിയതുപോലെ ഇച്ചിരി സ്പൈസി ആക്കി പറ നിന്റെ അഭിപ്രായം. ഇച്ചിരി സ്പൈസി ആക്കിയത് ടേസ്റ്റ് ആയിരുന്നു. കൊള്ളായിരുന്നു, വയറ് നല്ലതാവും. പറഞ്ഞു ഞാൻ നേരത്തെ കൊറിയൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നീ പറ. ഫസ്റ്റ് ഇംപ്രഷനിൽ വാസ് നൈസ്, ബട്ട് ഒതന്റിക് ആണോന്ന് വെച്ചാൽ അല്ല. ബിക്കോസ് കൊറിയൻ ഒതന്റിക് സാധനം ഇങ്ങനെയല്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഫസ്റ്റ് ടൈം. ഐ ആം നോട്ട് എ ഫസ്റ്റ് ടൈം. ആ ഓക്കെ. സോ ഇറ്റ്സ് ഗുഡ്. പറസതിന് എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും കുറവ് പറയാനുണ്ടോ? ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ. ആച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ? സജിക്കർക്ക് വേണ്ടി രീതിയിലാണ് ഫുഡ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇഷ്ടപ്പെട്ടോ? ആ, സംഭവം ഇഷ്ടപ്പെട്ടു. വെറൈറ്റി അല്ലേ? ഞാൻ നല്ലോണം തിന്നു. എങ്ങനെ ഉണ്ടായിരുന്നോ മോനെ? പറ. എക്സ്പെൻസീവ് പക്ഷെ കുഴപ്പമില്ല. വർത്താണോ? ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണ്, ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പിന്നെ കൊള്ളാം. പിന്നെ തജിക്കര സ്റ്റൈലായതുകൊണ്ട് എരിയില്ല. എരി എങ്ങനെ ഉണ്ടായിരുന്നടാ? ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ നൈസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. നീ ആരെയും വിളിക്കാത്തേ? അതു ഞാൻ നിന്നെ വിട്ടുപോയതല്ല. ഇങ്ങ് വാ. പറ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നുവെച്ചാ പറയൂ, ഡീറ്റെയിൽ ആയിട്ട് പറ. എന്തെങ്കിലും കുറവുകളുണ്ടോ? കുറവുകൾ ഞാൻ ഒതന്റിക് ആയിട്ട് കൊറിയൻ കഴിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട്. ഇവിടെ വരാൻ ആഗ്രഹമുള്ളവരോട് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ടിപ്സ്? അപ്പോൾ കസ്റ്റമേഴ്സ് കൂട്ടാനാണോ ആ നമ്മൾ എപ്പോഴാ കേറിയ? എത്ര സമയം എടുത്ത് ഫുഡ് വരാൻ? ആ ഡിഷിന്റെ എണ്ണം വെച്ച് നോക്കും പെട്ടെന്നാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ വൈൻഡപ്പ് ചെയ്തതിന് എന്നാ പിള്ളേരെ പറയുന്നത്? Like, share and subscribe. This is Subhamangi signing off. Bye.